എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വചനത്തിൽ കർത്താവായ യേശുക്രിസ്തു ബഥാന്യയിൽ ലാസറിൻ്റെ സഹോദരി മാർത്തയോട് എന്താണെന്ന് പറയുന്നതെന്ന് ശ്രവിക്കാം. യോഹന്നാൻ 11:25. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ക്രിസ്തുവിലുള്ള അവിശ്വാസത്തിലൂടെ നിത്യജീവന്റെ വാഗ്ദാനമാണ് ഈ വാക്യം ഊന്നിപ്പറയുന്നത്. യേശുവിൻ്റെ അടുത്ത സുഹൃത്തായ മരിച്ചുപോയ ലാസറിന്റെ കഥയാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. യേശു ബഥാനിയയിൽ എത്തിയപ്പോൾ തൻ്റെ ദുഃഖവും യേശുവിലുള്ള വിശ്വാസവും പ്രകടിപ്പിക്കുന്ന ലാസറിന്റെ സഹോദരി മാർത്തയെ അവൻ കണ്ടുമുട്ടുന്നു. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന അത്ഭുതം യേശു നിർവഹിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. മരണത്തിന്മേലുള്ള അവൻ്റെ അധികാരം ചിത്രീകരിക്കുന്നു ഇവിടെ. കർത്താവിൻ്റെ വാക്കുകൾ ഇപ്രകാരം നമുക്ക് സംഗ്രഹിക്കാം. മാർത്തയെ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല. ലാസർ ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ദൈവമാണ്. പുനരുദ്ധാനത്തിൻ്റെയും ജീവന്റെയും ശക്തി എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ലാസറിനെ ഇപ്പോൾ തന്നെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. ഞാനത് ചെയ്യും. ഉടൻ തന്നെ വിശുദ്ധന്മാരുടെ പുനരുദ്ധാന ദിവസത്തേക്ക് കർത്താവ് നോക്കി. നമ്മുടെ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുന്ന നാളിൽ അത് സംഭവിക്കും. അന്നാളിൽ ഇരുവിധ കൂട്ടങ്ങളിൽപ്പെട്ട വിശ്വാസികൾ ഉണ്ടായിരിക്കും. ക്രിസ്തുവിൽ മരിച്ചവരും ജീവനോടെ അവശേഷിക്കുന്നവരുമായ വിശുദ്ധന്മാരാണവർ. ഒന്നാമത്തെ കൂട്ടർക്ക് അവൻ പുനരുദ്ധാനവും ജീവിച്ചിരിക്കുന്നവർക്ക് അവൻ ജീവനുമായി വരും. ഈ വാക്യത്തിൽ അവസാന ഭാഗത്ത് ഒന്നാമത്തെ കൂട്ടത്തെയാണ് പരാമർശിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ക്രിസ്തുവിൻ്റെ ആഗമനത്തിനു മുൻപ് ഈ ലോകത്തിൽ നിന്ന് മരിച്ചു മാറ്റപ്പെട്ട സകല വിശുദ്ധന്മാർക്കും പുനരുദ്ധാനം ഉണ്ടാകും. ബർക്കിറ്റ് ഇങ്ങനെ പറയുന്നു: മരണത്തെക്കാളും ശക്തിമത്തായ സ്നേഹം ക്രിസ്തുവിനെയും അവൻ്റെ സ്നേഹിതന്മാരെയും തമ്മിൽ വേർപെടുത്താൻ ശവക്കുഴിക്ക് പോലും സാധ്യമല്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ മരണത്തിനോ ജീവനോ സാധ്യമല്ല. ബെൻഹൽ ഇപ്രകാരം വിശദീകരിക്കുന്നു: ജീവന്റെ പ്രഭു സന്നിഹിതനായിരിക്കെ മരിക്കുവാൻ കഴിയുന്നവൻ ആരുമില്ല എന്നത് എത്രയോ മനോഹരമായ ചിന്തയാണ്. മരണത്തെ അഭിമുഖീകരിക്കുക. വിശ്വാസികൾക്ക് യേശു അതിന് പ്രത്യാശ നൽകുന്നു. തന്നിലുള്ള വിശ്വാസം നിത്യജീവൻ നൽകുമെന്ന് അവർക്ക് ഉറപ്പു നൽകുന്നു. അവനിൽ വിശ്വസിക്കുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ മാത്രമല്ല, ഇവിടെയും ഇപ്പോഴുമുള്ള പൂർണ്ണമായ ലക്ഷ്യബോധവും ജീവിതവും നൽകുന്നു. നഷ്ടത്തിൻ്റെയും നിരാശയുടെയും സമയങ്ങളിൽ ഈ വാക്യം ക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. വിശ്വാസം മുറുകെ പിടിക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താനും ദുഃഖത്തിൽ ആശ്വാസം കണ്ടെത്താനും ലക്ഷ്യത്തോടെ ജീവിക്കാനും ഈ പ്രത്യാശ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും നിത്യജീവന് വേണ്ടി യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ സ്നേഹനിധിയായ അബ്ബ, ജീവിതത്തിൻ്റെയും പ്രത്യാശയുടെയും ഉറവിടം യേശുവാണെന്ന് വിശ്വസിക്കുകയും വർത്തമാനത്തിലും ഭാവിയിലും അവനിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.